ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ ഇപ്പോൾ കമലാമ്മയുടെ വീട്ടിലേക്കൊന്നും പോവാറില്ല. മാഷ് മരിച്ചതിന് ശേഷം വിക്രം ആ വീട്ടിൽ പോവാറില്ല കേട്ടോ. അങ്ങനെ കൺമണി എന്ന് പറഞ്ഞ വിക്രമിന് ഒരു സുഹൃത്തുണ്ട്, ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഒരു അച്ഛൻ മാത്രമേ ഉള്ളൂ. അവർക്ക് നല്ല കഷ്ടപ്പാടുണ്ടായിരുന്ന സമയത്ത്, ആ കുട്ടിയുടെ പഠനമൊക്കെ മുടങ്ങിയിരുന്ന സമയത്ത് എല്ലാം സഹായിച്ച് ആ കുട്ടിയെ പഠിപ്പിച്ച് ഒരു വക്കീലാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വിക്രം. എന്നാൽ ആ പെൺകുട്ടിക്കാണെങ്കിൽ വിക്രമിനോട് നമ്മുടെ പണ്ട് രാധ പുറകെ നടന്നിരുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ വിക്രമിനോട് ഭയങ്കര പ്രണയമാണ്. എന്നാൽ രാധയാണെങ്കിൽ ഇപ്പോൾ വിക്രമിനെ ഏറ്റവും വെറുക്കുന്ന ഒരാളാണ്. രാധ മറ്റൊരു വിവാഹം കഴിച്ചിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നു. രാധ ഇപ്പോൾ പൊതുപ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ആ നാടിൻ്റെ നന്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് കേട്ടോ. എന്നാൽ വിക്രമിനോട് ഭയങ്കര ദേഷ്യത്തിലുമാണ് രാധ. ഈ സമയം നമ്മുടെ കൺമണിയാണെങ്കിൽ കൺമണിയുടെ വീട്ടിലാണ് വിക്രമും ഫ്രണ്ട്സും താമസിക്കുന്നത്. എന്നാൽ മറ്റൊരിടത്ത് നമ്മുടെ വേദയാണെങ്കിൽ കളക്ടറായിട്ട് ഒരു കുട്ടിയൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ വിക്രം ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്നതിന് ശേഷം കാണുന്നത് വേദ കളക്ടറൊക്കെ ആയിട്ട് ഒരു കുട്ടിയൊക്കെ ആയിട്ട് ജീവിക്കുന്നതാണല്ലോ. എന്നാൽ അത് നമ്മുടെ വേദ മറ്റൊരു വിവാഹം കഴിച്ച് മറ്റൊരു കുട്ടി ഉള്ളതായിട്ടാണ്. എന്നാൽ വിക്രമിൻ്റെ കുട്ടിയെ വേദ കൊലപ്പെടുത്തി അബോർഷൻ ചെയ്തു എന്നാണ് വിക്രം കരുതി. അങ്ങനെ ഏറ്റവും കൂടുതൽ വേദയും വിക്രം വെറുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ കൺമണിക്ക് ഒരു വിവാഹാലോചന വരികയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നോക്കി നടത്തുന്നത് വിക്രമാണ്. ഇങ്ങനെ എന്നാൽ കൺമണിക്കാണെങ്കിൽ എങ്ങനെയും ആ വിവാഹം മുടക്കണമെന്നാണ് കൺമണിയുടെ ആഗ്രഹം. അങ്ങനെ വരനും കൂട്ടരും എല്ലാം കൺമണിയെ പെണ്ണ് കാണാനായിട്ട് വരുന്നുണ്ട്. വിക്രമും ഫ്രണ്ട്സും എല്ലാം അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. എന്നാൽ കൺമണി എങ്ങനെയും ഈ വിവാഹം മുടക്കാനായിട്ട് വേണ്ടിയിട്ട് അകത്ത് റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ കല്യാണ ചെറുക്കൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മറ്റൊരു സ്വരത്തിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹലോ, നിങ്ങൾ നന്നായിട്ട് അന്വേഷിച്ചിട്ട് തന്നെയാണോ ഈ പെൺകുട്ടിയെ വിവാഹത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്? ആ പെൺകുട്ടി നിങ്ങൾ പറയുന്നത് പോലെ ശരിയല്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഹലോ, ആരാ നിങ്ങൾ വിളിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അതെ, ഞാൻ കൺമണിയുടെ ഒരു ഫ്രണ്ടാണ്. അവളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ മറ്റൊരാളുടെ ജീവിതം കൂടി നശിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറയുകയാണെന്നിങ്ങനെ പയ്യനോട് പറയുകയാണ് കേട്ടോ. എന്നാൽ ഇത് കേൾക്കുന്ന കല്യാണ ചെറുക്കനാണ് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹലോ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്താ കൺമണിക്ക് എന്താണ് കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അതെ, ആ വിക്രമും ഫ്രണ്ട്സും കൺമണിയുടെ വീട്ടിൽ തന്നെയാണ് താമസം. നാട്ടുകാർക്കും മൊത്തം അറിയാം ആ കൺമണിയെയും വിക്രമിനെയും കുറിച്ച് ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നോ. വിക്രമിൻ്റെ മറ്റൊരു സെറ്റപ്പാണ് കൺമണി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ കൺമണിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതും അവനാണ്. പിന്നെ നിങ്ങളൊന്നുകൂടെ ആലോചിക്കുന്നു പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഈ സമയം കല്യാണ ചെറുക്കം ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് വീട്ടുകാരോട് എല്ലാവരോടും മതി, ഇവിടുത്തെ കല്യാണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ വിക്രമും ഫ്രണ്ട്സും വീട്ടുകാരെല്ലാം ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അതെ, ഇവനാണ് അവളെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. ഇനി ഇവളെ എൻ്റെ തലയിൽ കെട്ടിവെക്കാനാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി ആ കല്യാണം വേണ്ടെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇത് കണ്ടിട്ട് കൺമണിയാണെങ്കിൽ വിക്രമിനെ കാണിക്കാനായിട്ട് കള്ളക്കരച്ചിലൊക്കെ കരയാണ്. വിക്രം, ഇനി എന്താ ചെയ്യുക? നമ്മളെ കൂട്ടി നാട് മുഴുവൻ പറയുകയാണ്, ഇനി എനിക്കൊരു ജീവിതം ഉണ്ടായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ. ഈ സമയത്ത് വിക്രമിൻ്റെ ഫ്രണ്ട്സിൽ ഒരാൾ പറയുന്നുണ്ട്, എടാ വിക്രം, ഇപ്പോൾ വേദം മറ്റൊരു വിവാഹം കഴിച്ച് കുട്ടിയുണ്ട്. പിന്നെ നീ എന്തിനാ നിന്റെ ജീവിതം നശിപ്പിക്കുന്നത്? എങ്കിൽ പിന്നെ നിങ്ങൾക്ക് പരസ്പരം നന്നായിട്ട് അറിയാൻ ചെയ്യാം. നിനക്ക് കൺമണിയെ തന്നെ വിവാഹം കഴിച്ചുകൂടെ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് വിക്രം നല്ല ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്താ പറയുന്നത്? കൺമണി എനിക്ക് ഒരു അനിയത്തിയെ പോലെയാണ്. എനിക്കങ്ങനെ കാണാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നീട് കൺമണിയും പറയുന്നുണ്ട്, വിക്രം, എനിക്ക് നിന്നെ ജീവനാണ്. നമുക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിക്കാം വിക്രം. നമുക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിക്കണം വിക്രം. നീ എന്നെ വിവാഹം കഴിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമാണെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വിക്രമിനെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ വിക്രമും ചിന്തിക്കുന്നുണ്ട്, കൺമണിക്കൊരു തന്നെയും കൂട്ടി നാട്ടുകാർ പറഞ്ഞ് കൺമണിയുടെ ജീവിതം പോകാൻ പാടില്ലല്ലോ. വേദ ഇപ്പോൾ മറ്റൊരു ജീവിതത്തിലുമാണ്. അപ്പോൾ പിന്നെ താൻ എന്തിനാണ് ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത്? കൺമണിക്കൊരു ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൺമണിയും കൂട്ടി വിക്രം കമലാമ്മയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ വിക്രം വീട്ടിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ, ഞാൻ ഈ കൺമണിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അമ്മ വിവാഹമൊക്കെ നടത്തി തരണമെന്ന് ചേട്ടന്മാരോടും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ.
ഇത് കേട്ടിട്ട് കമർഷ വന്നുണ്ട് തൻ്റെ മോനൊരു ജീവിതം കിട്ടുവാണല്ലോ. അങ്ങനെ വളരെ അതിനെന്താ മോനെ എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടി പറയുമ്പോഴും ശ്രീജയുടെ മനസ്സ് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. അത് വേദയെ ഈ വിക്രം താലി കെട്ടിയതല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും വിക്രമാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്. എടതി ഇനി അവളുടെ കാര്യം മിണ്ടിപ്പോകരുത്, എനിക്ക് എന്തായാലും ഞാൻ ഇവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കമലാമ്മയാണെങ്കിൽ ശ്രീജയോട് പറഞ്ഞു വിടുന്നുണ്ട്, നീ എന്തായാലും താലി മാറ്റി ചടങ്ങുകളിലൊക്കെ നടത്തി നമ്മുടെ കമലാമ്മയാണ് ഒരു താലിയാണെങ്കിൽ വേദയുടെ കഴുത്തിൽ ഇട്ടു കൊടുത്തത്, ആ താലി പോയി വേദയുടെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് വരണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീജ മനസ്സോടുകൂടി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ കമലാമ്മയും ശ്രീജയും കൂടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. വിക്രമിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ രാധയെ അവിടെ വെച്ച് കാണുന്നുണ്ട്. അപ്പോഴേക്കും രാധ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ അമ്പലത്തിലേക്ക് എത്തിയത്? നിങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കാനോ? നിങ്ങളും നിങ്ങളുടെ മകനും കൂടി എൻ്റെ ജീവിതം ഇല്ലാതാക്കിയതല്ലേ, ഒരു കല്യാണപ്പന്തൽ വരെ എൻ്റെ ജീവിതം എത്തിച്ചിട്ട് എന്നെ ഈ അവസ്ഥയിലാക്കിയതിന് നിങ്ങളൊക്കെയാണ് ഉത്തരവാദി. ഇനിയിപ്പോൾ മകന് വേണ്ടി എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, എൻ്റെ കണ്ണീര് കുതിർന്ന ജീവിതമാണ് അയാൾക്കുള്ളത്. പിന്നെ എനിക്കിപ്പോൾ എന്തായാലും ഈശ്വരൻ കനിഞ്ഞ് ഒരു നല്ല ജീവിതം തന്നിട്ടുണ്ട്, ഒരു നല്ല ഭർത്താവിനെയും, അതുകൊണ്ട് ഞാൻ എന്തായാലും സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, അതെ എനിക്കിപ്പോൾ എൻ്റെ ജീവിതം തന്നെയാണ് വലുത്, എൻ്റെ മകന് മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും രാധ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ്റെ ജീവിതമായിരിക്കും, മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം കൂടി എന്തിനാ നശിപ്പിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് രാധ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇത് കേട്ടിട്ട് കമലാമ്മയാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും എൻ്റെ മോനെ ഇതൊരു നല്ല വിവാഹാലോചനയാണ്, ഇത് ഞാൻ നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിലേക്ക് പോയി വിക്രമിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഈ സമയം ഒരു പൂജാരി വന്നിട്ട് കമലാമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ വളരെ സന്തോഷത്തിലാണല്ലോ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മകന് മറ്റൊരു വിവാഹം നടത്താനായിട്ടൊക്കെ കരുതുന്നുണ്ടല്ലേ എന്ന് പറയുമ്പോഴേക്കും കമലാമ്മ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ. ഈ ഉമാമഹേശ്വരി എല്ലാം നമ്മളെ അറിയിച്ചു തരും. അതെ, നിങ്ങളുടെ മകന് ഒരേ ഒരു പെണ്ണെ ഈ ജീവിതത്തിലുള്ളൂ, 7 ജന്മത്തിലും ആ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ മകൻ ആദ്യം താലി കെട്ടിയില്ലേ, ആ പെൺകുട്ടി തന്നെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ പെട്ടെന്ന് പറയുന്നുണ്ട്, അതെങ്ങനെയാണ് തിരുമേനി ശരിയാവുന്നത്? ആ പെൺകുട്ടി ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ച് ഒരു കുട്ടിയുമുണ്ട്, പിന്നെ എങ്ങനെയാണ് എൻ്റെ മകന് അപ്പോൾ മറ്റൊരു ജീവിതം വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആ നമ്പൂതിരി പറയുന്നുണ്ട്, അതെ നിങ്ങൾ എന്തറിഞ്ഞിട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത്? ആ പെൺകുട്ടി ഇതുവരെ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല, നിങ്ങളുടെ മകൻ കെട്ടിയ ആ താലി തന്നെയാണ് ആ കുട്ടിയുടെ കഴുത്തിലുള്ളത് എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഉമാമഹേശ്വരി തീരുമാനിച്ചിരിക്കുന്നത് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ തന്നെ ആ ദേവി കനിയണം എന്ന് പറഞ്ഞിട്ട് ആ നമ്പൂതിരി അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ശ്രീജയും കമലാമ്മയും ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കമലാമ്മ ശ്രീജയോടായിട്ട് പറയുന്നുണ്ട്, ശ്രീജയ് ഇനി അധികം വൈകിപ്പിക്കരുത്, ഇന്ന് തന്നെ നീ വേദയുടെ അടുത്തേക്ക് പോകണം. വേദയുടെ അടുത്ത് പോയിട്ട് ആ വേദയുടെ കഴുത്തിൽ ആ താലി ഉണ്ടെങ്കിൽ അത് കയ്യോടെ തന്നെ ഞാൻ കെട്ടിയ താലിയാണ്, അത് ഞാനാണ് താലി പിരിച്ചു മാറ്റി കൊടുത്തിട്ടത്, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് നീ ആ താലി ഒരു വാങ്ങിച്ചുകൊണ്ട് വരണം, ഇത് എൻ്റെ വാക്കാണ് എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ശ്രീജ ചോദിക്കുന്നുണ്ട്, അമ്മ നല്ലതായിട്ട് ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത്? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ താലി കഴുത്തിലുണ്ടെങ്കിൽ വിക്രമിൻ്റെ ഭാര്യ എന്നും വേദ തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇനി ശ്രീജ ഇങ്ങോട്ടേക്കൊന്നും പറയണ്ട, എനിക്ക് എൻ്റെ മോൻ്റെ ജീവിതമാണ് വലുത്. ഈ അവസ്ഥയിൽ അവിടെ ഇവിടെ ഇല്ലാതെ ജീവിക്കുന്നത് കണ്ട് മരിക്കാൻ എനിക്ക് കഴിയില്ല. അവനൊരു കുടുംബജീവിതം കൂടി ഉണ്ടായി കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാനെന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ കരയാണ് കേട്ടോ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അമ്മേ വേദ ഇപ്പോൾ ഒരു കളക്ടറാണ്, ഒരു കുട്ടിയുണ്ട്, അപ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ചെന്ന് അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. എന്തായാലും നീ എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം കൂടി ചെയ്തു തരണം, എൻ്റെ അവസാന ആഗ്രഹമാണ്. ഞാൻ ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് നിന്നോട് ചോദിക്കുന്നത്, നീ വേദയുടെ കയ്യിൽ നിന്ന് ആ താലി വാങ്ങിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് കമലാമ്മ അങ്ങ് തിരിഞ്ഞു നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീജയാണ് മനസ്സോടുകൂടി സമ്മതിക്കുന്നുണ്ട് നമ്മുടെ വേദയുടെ താലി മേടിച്ചുകൊണ്ട് വരാനായിട്ട്.